എർട്ടിഗയുടെ ഫേസ് ലിഫ്റ്റ് വന്ന മോഡൽ. അല്ലേ? മോഡൽ 2017 മോഡൽ. എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 1,55,000 രൂപ, 1,55,000. ഇത് നമുക്ക് 97,000 രൂപ, 97,000 റുപ്പീസ്. അത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, കണ്ടീഷൻ വെഹിക്കിൾ. കണ്ടീഷൻ 10. എത്ര കൊടുക്കാം നമുക്ക്? 1,35,000, 1,35,000 ഇതും കൊടുക്കാം. ഓക്കെ. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, ഒറ്റ ഓണർ. എക്കോസ്പോർട്ട്. എക്കോസ്പോർട്ട് 2018 പുതിയ മോഡലാണ്. ഓക്കെ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 2022 എസ് ഓട്ടോമാറ്റിക് CVT. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ സെക്കൻഡ് ചോയ്സിലാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന സെക്കൻഡ് ചോയ്സാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ രാജേഷിൻ്റെ അടുത്താണ്. ഒരുപാട് വണ്ടി പർച്ചേസ് ഗ്രാൻഡ് പർച്ചേസ്. എന്നാലും കൂടുതൽ പുതിയ സ്റ്റോക്ക് തന്നെയല്ലേ? ഒരുപാട് ബഡ്ജറ്റ് കാറുകളും മിഡിൽ സെഗ്മെന്റ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടികളുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ പിന്നെ തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ്. ചേട്ടാ നമ്മുടെ ലോണ് 2013 ചെയ്യുന്നുണ്ട്. വാറണ്ടി 17 ചെയ്യുന്നുണ്ട്. 21 ഫുൾ വാറണ്ടി വരുന്നത്. ഓക്കെ. അപ്പോൾ നല്ല വണ്ടി കളക്ഷൻ ഉണ്ട്. എല്ലാ വണ്ടിയുടെ കളക്ഷൻ ഉണ്ടല്ലേ? അത്യാവശ്യം എല്ലാ 1 ലക്ഷം തൊട്ട് കിടക്കുന്നു. എല്ലാം കിടപ്പുണ്ട്. ഓക്കെ. അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ഓൾട്ടോ ബഡ്ജറ്റ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2009 ഓൾട്ടോ 800 LXi സിംഗിൾ ഓണറാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ? ഒറ്റ ഓണർ. 2029 പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. വണ്ടി വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. വന്ന കണ്ടീഷനിൽ ഇപ്പോൾ കാലത്ത് വന്നേ ഉള്ളൂ. ഓക്കെ. വണ്ടി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. 29 ടാക്സ്, 29 പേപ്പർ ഉണ്ട്. 29 പേപ്പർ കാര്യങ്ങളെല്ലാം. 54 കിലോമീറ്റർ സിംഗിൾ ഓണർ. 56. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 97,000 രൂപ, 97,000 റുപ്പീസ്. ഓണർഷിപ്പ് വണ്ടി, കണ്ടീഷൻ വെഹിക്കിൾ. കണ്ടീഷൻ വണ്ടി i20 2011 ഡീസൽ മാഗ്ന വേരിയന്റ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ 1,17,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. റിന്യൂവൽ ഈ വർഷം 7ാം മാസം വരുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളെല്ലാം ചെയ്യണം, അത്രേ ഉള്ളൂ. എഞ്ചിൻ കണ്ടീഷൻ പ്രശ്നമൊന്നുമില്ല. എഞ്ചിന് വേറെ കാര്യങ്ങളൊന്നും. AC വർക്കിംഗ് ആണ്, പവറിൻ്റെ വർക്കിംഗ് ആണ്, എല്ലാം. ടയർ നല്ല കണ്ടീഷനാണ്. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റ് ആയിരിക്കും കേട്ടോ. അതിനകത്ത് ഇൻബിൾട്ട് CD വരുന്നുണ്ട്, AC ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഡീസലാണ് അല്ലേ? ഡീസലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ. അപ്പോൾ ഈ ജസ്റ്റ് ടച്ച് ആൻഡ് പോളിഷ് മാത്രമേ ഉള്ളൂ? ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? 1,35,000 രൂപ കൊടുക്കാം. 1,35. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വീണ്ടും i20 തന്നെ. അതും 2011 ഈ വർഷം തന്നെ റിന്യൂവൽ. ഇത് പെട്രോൾ ആണ്. ഇത് പെട്രോൾ ആണ്. ഇത് സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് ആണ് വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പ്. മറ്റേ മാഗ്ന ആയിരുന്നു. ഓക്കെ. സ്പോർട്സ് ആകുമ്പോൾ അലോയ്സ് വരും. ടയർ കണ്ടീഷൻ കൂട്ടും. ടയർ ഓൾമോസ്റ്റ് 70% ടയർ ഉണ്ടല്ലോ. ബാക്കിൽ കുറവാ. ഓണർഷിപ്പ് കിലോമീറ്റർ ആയിട്ടാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 48,000 കിലോമീറ്റർ. ഇതിനും ടച്ച് ആൻഡ് പോളിഷ് ആവശ്യം? ഓക്കെ. ഇതിന്റെ റിന്യൂവൽ എപ്പോഴാണ് വരുന്നത്? ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു 9ാം മാസം. 9ാം മാസം. ഓക്കെ. അപ്പോൾ പെയിന്റിംഗ് വർക്ക് മാത്രമേ വേറെ ഒന്നുമില്ലല്ലോ? വേറെ ഒന്നുമില്ല. ഫീസ് അടയ്ക്കുക, പെയിന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വേരിയന്റ് സ്പോർട്സ് ആണ്. അതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സൈറ്റ് ഡാമേജ് ആണ് കേട്ടോ. അതിനകത്ത് ഇൻബിൾട്ട് CD വരുന്നുണ്ട്, സിയോ മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, ഫോർവേഡ് പോറുണ്ട്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്, ABS എല്ലാം വരുന്നുണ്ട്, ഫോൾഡബിൾ മിറർ, അതായത് സ്പോർട്സ് ആണ് വേരിയന്റ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ പെട്രോൾ i20 2011 എത്ര കൊടുക്കാം നമുക്ക്? 1,35,000, 1,35,000 ഇതും കൊടുക്കും. നെക്സ്റ്റ് ഹോണ്ട സിറ്റി. അങ്ങനെ 2008 മോഡൽ, 10th ആനിവേഴ്സറി എഡിഷൻ. ലിമിറ്റഡ് ആണ്. ഓക്കെ. പെട്രോള് GXi ആണ്. സെക്കൻഡ് ഓണർ. ഓക്കെ. 88,000 കിലോമീറ്റർ. ടയർ 4 പുതിയ ടയർ. ഓക്കെ. ബോഡിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ 10th ആനിവേഴ്സറിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. സ്റ്റിയറിംഗ് റാക്കിന് ചെറിയ അടിയുണ്ട്. അത് നോർമൽ സിറ്റിക്ക് ഒരു കണ്ടീഷൻ വരാൻ സാധ്യതയൊന്നുമില്ല. വേറെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങൾ, AC വർക്കിംഗ് എല്ലാം വർക്കിംഗ് അല്ലേ? നമുക്കിവിടെ ഇതിൻ്റെ ബാഡ്ജിങ് കാണാം. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ഉണ്ട്, നീറ്റാണ് കേട്ടോ. അതിനകത്ത് AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, ഫോർവേഡ് പോറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അതെ, എല്ലാം വർക്കിംഗ് ആണല്ലോ. എല്ലാം പക്ക വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഹോണ്ട സിറ്റി എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 1,49,000 രൂപ കൊടുക്കാം. 1,49,000. നെക്സ്റ്റ് i20 തന്നെ. ഇത് 2009 പെട്രോൾ. 29 പേപ്പർ ഉണ്ട്. 29 പേപ്പർ ഉള്ളൂ. വണ്ടി നീറ്റ് കിടപ്പുണ്ട് കേട്ടോ. പെയിന്റിങ് നല്ല കണ്ടീഷനിൽ കിടക്കാം. ഓണർഷിപ്പ് കിലോമീറ്റർ ആയിട്ടാ? സിംഗിൾ ഓണർ. ഓക്കെ. 1,20,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 1,20,000. അതെ. പക്ഷേ 29 പേപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടല്ലേ വണ്ടി? നല്ലോണം മെയിൻ. ഇന്റീരിയർ ഒക്കെ നോക്കും, നല്ല ക്വാളിറ്റി മെയിൻ. മാഗ്നയാണ് വേരിയന്റ്. എയർ കണ്ടീഷൻ ത്രെഡ് ഉണ്ട്. ഓക്കെ. പക്ഷേ ചെറിയൊരു ഓബ്ലിംഗ് ഉണ്ട്. ആണല്ലേ? ടയർ റീപ്ലേസ് ചെയ്യണം അല്ലാതെ കിടന്ന് എന്തോ ചെറിയൊരു ഓബ്ലിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ. ത്രെഡ് ഉണ്ട് കേട്ടോ. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വെൽ മെയിൻറ്റെയിൻ ആണ്. അതായത് ഇൻബിൾട്ട് സീരിയോ AC വരുന്നുണ്ട്, ഫോർവേഡ് പോറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. വണ്ടി പക്ക i20 മാഗ്ന വേരിയന്റ് അല്ലേ കേട്ടോ? ഓക്കെ. ഈ സൈഡ് നോക്കിയാൽ നീറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
ഒരു ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് നോക്കാം ചേട്ടാ. അതെ, 29 പേപ്പറും കിടക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 1,55,000 രൂപയ്ക്ക് വെക്കാം. 1,55,000. ഓക്കെ. ഇതിന്റെ എർട്ടിക എങ്ങനെയാണ്? എർട്ടികയുടെ ഫേസ് ലിഫ്റ്റ് വന്ന മോഡൽ. ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞല്ലേ? മോഡൽ 2017 മോഡൽ. 17 സിംഗിൾ ഓണർഷിപ്പിൽ എടുക്കുന്നു. ഓക്കെ. കിലോമീറ്റർ 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ് VXI ആണ്. VXI ഓപ്ഷൻ ആണ് വരുന്നത്. അതിനകത്ത് അലോയ്സ് എക്സ്ട്രാ വരും, എയർ ബാഗ് വരും, ABS വരും. അതായത് ZXI ആയിട്ട് വരുമ്പോഴത്തേക്കും ബാക്കിലെ ഡീഫോഗറും വൈപ്പർ ഒഴിച്ച് ബാക്കി സ്പോയിലർ ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. ടയർ 4 പുത്തൻ ടയർ ഉണ്ട്. 4 പുതിയ ടയർ ഉണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? വേറെ റീപ്ലേസ്മെന്റ് കാര്യം അഡിഗിയർ റീപ്ലേസ് ഉണ്ട് ബാക്കിലല്ലേ? ബാക്കിൽ ഡിക്കി ഡോർ റീപ്ലേസ് ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റീരിയോ മാറ്റിയിട്ടുണ്ട്. സീറ്റ് ഒരു സൂപ്പർ സീറ്റ് വരുന്നുണ്ട്. നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ, ക്ലീൻ ആയിരിപ്പുണ്ട്. പിന്നെ സ്റ്റീരിയോ മാറ്റിയിട്ട് സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റിയർ മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ഫോർവേഡ് പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് അല്ലേ കേട്ടോ? ഡ്യുവൽ എയർ ബാഗ്. ഇപ്പോൾ എർട്ടിക VXI ഓപ്ഷണൽ. വേറെ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും. അതെ അതെ അതെ. അപ്പോൾ ഇതെങ്ങനെ? ഇത് നമുക്ക് 5,60,000 കൊടുക്കും. 5,60,000. ഓക്കെ. ഫിനാൻസ് ഔട്ടാ? ഫിനാൻസ് ഓൾമോസ്റ്റ് ഇത് 5 ലക്ഷം രൂപ വരെ ഫിനാൻസ് എടുക്കാനും പറ്റും. 17 മോഡലല്ലേ? ഓക്കെ. മാരുതി സിയാസ് എങ്ങനെയാ? 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ഒറ്റ ഓണർ. ZXI ആണ്. ഫുൾ കമ്പനി സർവീസ്. പെട്രോൾ ആണ് കേട്ടോ? പെട്രോൾ ആണ്. ഓക്കെ. വണ്ടി നീറ്റ് ആണ് കേട്ടോ, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ZXI ആകുമ്പോൾ അലോയ്സ് വരും. ടയർ ഈ ഡോർ ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ടയർ 4 ബ്രാൻഡ് ന്യൂ പുത്തൻ ടയർ. ഏതായിട്ട് പെയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡോർ ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഒന്നുമില്ല. ഇന്റീരിയർ നോക്കാം, നല്ല ക്വാളിറ്റി ആയിട്ടിരിക്കുന്നു. സീറ്റ് ഇത് കവറാണോ ഫാബ്രിക്കാണോ കേട്ടോ? ഇത് കമ്പനി വിടുന്ന ലെതറിന്റെ മറ്റേ ഇത് വരുന്നത് ഫാബ്രിക്കാണ് അല്ലേ? അല്ലാതെ മിക്സ് ആണ്. അതെ അതെ. സൈഡ് വന്നിട്ട് ലെതർ, സെന്റർ വന്നിട്ട് ഫാബ്രിക്. അത് ഇൻബിൾട്ട് സീറോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ഫോർവേഡ് പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട് അല്ലേ കേട്ടോ? എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. എല്ലാം. ഓക്കെ. അപ്പോൾ സിയാസ്, ZXI എല്ലാം പ്ലസ് ഇല്ലാന്ന് മാത്രമേ ZXI. Z പ്ലസ് എല്ലാം ഉള്ളൂ. ഇത്ര വേറെ എല്ലാം ഉണ്ട്. പ്ലസ് ആകുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? ഡ്യൂൽ എയർ ബാഗ് വരും. ഇത്ര വരുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഇത് വന്നിട്ട് നമുക്ക് 4,70,000 രൂപ. 4,75. അതെ, 4,70. 4,70 കൊടുക്കാം. ഫിനാൻസോ? ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 4 lakhs, നിയർ ബൈ 4 lakhs വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് Volkswagen വെൻഡോ ഹൈലൈൻ ഡീസൽ. ഹൈലൈൻ ഡീസലാണ്. നന്ദുവിന് ഏതെങ്കിലും ചീത്തവിളി കേൾക്കാനായിട്ട് ടവേരക്ക് കിട്ടിയില്ല. പക്ഷേ ടവേര അതുപോലെ തന്നെ ആവശ്യക്കാരൻ വന്ന് മേടിച്ചിട്ടുണ്ട്. ആൾക്കാർ കമ്പനി കിട്ടാലും ആവശ്യക്കാരൻ വന്ന് അപ്പം തന്നെ പോയി. ഇത് ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഹൈ കിലോമീറ്റർ ആണ്. കൂടുതൽ കിലോമീറ്റർ. ഇത് കൂടുതൽ കിലോമീറ്റർ. ഇത് വിശ്വസിക്കാൻ പറ്റും. അതിന് കാരണം നമ്മൾ കുറേ കാര്യം കൂട്ടി വയ്ക്കില്ല കിലോമീറ്റർ, കുറച്ചല്ലേ വയ്ക്കുള്ളൂ. ഓക്കെ. ഇതപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്? ഇത് 2014 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്. 2014 സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ എത്ര ചേട്ടാ? ഇത് 2,10,000 കിലോമീറ്റർ ആയിരുന്നു. 2,10,000. ഓക്കെ. കണ്ടു കഴിഞ്ഞാൽ ഒരു 21,000 കിലോമീറ്ററിന്റെ കണ്ടീഷനിൽ ഇരിപ്പുണ്ട്. കമ്പനി സർവീസിന്റെ പ്രത്യേകത കമ്പനി പറഞ്ഞാലും നീറ്റ് ആയിരിക്കും വണ്ടി. ഓക്കെ. ബോഡിയൊക്കെ നീറ്റ് ആണ് കേട്ടോ. അലോയ്സ് ഉണ്ട്. അല്ല, ഇതെല്ലാം പെയിന്റ് ചെയ്തെല്ലാം നീറ്റ് കാര്യങ്ങൾ എല്ലാം റീപ്ലേസ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഹെഡ്ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമല്ല. ഫുൾ ഹിസ്റ്ററി കമ്പനിയിലുള്ള ഡോക്ടർ വണ്ടിയാണ്. പുള്ളിക്ക് ഓട്ടോ ഉണ്ട്. ഡോക്ടറിന്റെ അത് കാണും. ഓക്കെ. ഓട്ടം കാണും. ഡീസലാണ്. ഇതിന്റെ ആ സീറ്റ് തന്നെ ഇത് നോക്കുമെന്ന് ഒരിടത്ത് പിഞ്ചിയിട്ട് പോലും ഇല്ല. നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. വെൽ മെയിൻ ആണ്. നീറ്റ് ആയിരിപ്പുണ്ട്. ആൻഡ്രോയിഡ് 0 വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. ഫോർവേഡ് പവറിന്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. 2,11,227 കിലോമീറ്റർ ഓടി. 2,10,000 സർവീസും ചെയ്തെടുക്കും. ഓക്കെ. അപ്പോൾ എഞ്ചിൻ കണ്ടീഷൻ ഇപ്പം എങ്ങനെയുണ്ട് കേട്ടോ? പക്ക. സസ്പെൻഷൻ കാര്യങ്ങൾ എവരിതിങ് പക്ക. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ തെറി വിളിക്കുമ്പോൾ നോക്കുക. അതെ, അത് കഴിഞ്ഞ് നോക്കിയിട്ട് പറയാം. ഓക്കെ. പക്ഷേ കമ്പനി സർവീസ് ഇപ്പം തന്നെ ഞാൻ ഓർമ്മ വാഗണർ നമ്മൾ 2 ലക്ഷം കിലോമീറ്റർ വാഗണർ ആ സ്റ്റാർട്ട് ചെയ്തിട്ട് 5,000 കിലോമീറ്റർ വരുന്നു. അത്രയും കണ്ടീഷനായിരുന്നു. ഇല്ല, ഇന്നലെ 2008 ഒരു സാൻഡ്രോ ഉണ്ടായിരുന്നു, 34,000 കിലോമീറ്റർ. ഇത് എങ്ങനെ നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും? കമ്പനിയിൽ സർവീസുള്ള വണ്ടി. പക്ഷേ വന്ന് കണ്ട് അപ്പം തന്നെ ആവശ്യക്കാരെ നമുക്ക് വീഡിയോ പോലും ചെയ്യാൻ കിട്ടിയില്ല. പോയി. ശരിയാണ്. ചിലത് അങ്ങനെ ആയിരിക്കും, വരുന്നത് അങ്ങനെ വരും. ആ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ വിത്ത് ബില്ലൊക്കെ അല്ലേ പറയുന്നത്. ഇത് അതുപോലെ ഫുൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് പക്ഷേ കമ്പനി സർവീസ് ആയതുകൊണ്ട് പക്കയായിരിക്കും വെഹിക്കിൾ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? എങ്ങനെ? ഇത് നമുക്ക് 2,90 വരും. 2,90. ഓക്കെ. ഫിനാൻസ് കിട്ടുമല്ലോ. ഓൾമോസ്റ്റ് 100% ഫിനാൻസ് എടുക്കാം. പിന്നെ മോഡൽ ഉണ്ടല്ലോ, 14 രജിസ്ട്രേഷൻ കിടക്കല്ലേ. നെക്സ്റ്റ് ഹോണ്ട അമേസ്. 2017 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 82,000 കിലോമീറ്റർ. ഓക്കെ. നമ്മൾ പെട്രോൾ അല്ലേ? ഡീസലാണ്. ഡീസൽ ഹോണ്ട അമേസ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. വണ്ടി നീറ്റാണ് കേട്ടോ. വണ്ടി നീറ്റായിരുന്നു. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ആവറേജ് മീൻസ് ഒരു 80% ടയർ ഉണ്ട്. 80% ടയർ ഉണ്ടല്ലേ? ID ടെക്ക്. ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മൈനൂർ സ്ക്രാച്ചസ് കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നു. ആ ടൈലെല്ലാം പോകുന്ന ക്രാക്ക് ആയിരിക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഡീസൽ ഹോണ്ട അമേസ് ആണ്. നല്ല മൈലേജ്, 25 മൈലേജ് എന്തായാലും കിട്ടും. 22 മൈൽ കിട്ടത്തില്ല കേട്ടോ. പിന്നെ 25 കമ്പനി പറയുന്നത്. നമുക്ക് ആവറേജ് 16-18 തന്നെ ഇൻസൈഡ് സിറ്റി കിട്ടും. ഹാൻഡ് ഹൈവേർക്ക് 20-24 വരെ സുഖമായിട്ട് കിട്ടും. ഓക്കെ. ഇന്ത്യൻ കണ്ടിട്ട് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിരിപ്പുണ്ട്. ആൻഡ്രോയിഡ് 0 ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ഫോർവേഡ് പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം വരുന്നുണ്ട്. അലോയ്സ് വരുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം ഉണ്ട്.
അപ്പം എങ്ങനെയാണ് ഇത് 4,10,000 പുതിയ ഇൻഷുറൻസ് കൊടുത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് നമുക്ക് 100% ഫിനാൻസും കൊടുക്കാം. എക്കോസ്പോർട്ട് എങ്ങനെയാ? എക്കോസ്പോർട്ട് 2018 18 പുതിയ മോഡലാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ 84,000 കിലോമീറ്റർ ഓടിയുണ്ട്. ടൈറ്റാനിയം പ്ലസ് ആണ് കേട്ടോ. ഡീസലാണല്ലോ കേട്ടോ. ഡീസലാണ്. ടൈറ്റാനിയം പ്ലസ് ആണ്. 6 എയർ ബാഗ് വരുന്ന മോഡലാണ്. ഓക്കെ. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 80% ടയർ ഉണ്ടല്ലോ. അതെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് ആണല്ലോ. ഫുള്ള് കമ്പനി സർവീസ്. ഓക്കെ. കയറിലി ഫോർഡ് അല്ലേ? കയറിലി ഫോർഡ്. ഇൻഡിക്കേഷൻ വെൽ നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. എല്ലാം സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിപ്പുണ്ട്. അത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. റിമോട്ട് കൺട്രോൾസ് വരുന്നുണ്ട്. ഫോറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. 6 എയർ ബാഗ് 6 എയർ ബാഗ് അടക്കം. ടൈറ്റാനിയം പ്ലസ് അല്ലേ? അതെ. എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എൻ്റെ പ്രൈസ്? നമുക്ക് 7,50,000 കൊടുക്കാം. 7.5 ലക്ഷം രൂപ. 7.5 ലക്ഷം. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് ഏകദേശം 80% ഫിനാൻസ് എടുക്കാൻ പറ്റും. ക്ലീൻ വെഹിക്കിളാണ്. അതെ. ഒന്നും പറയാനില്ല. ഹോണ്ട അമേസ് എങ്ങനെ? ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. 2022 എസ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് CVT പെട്രോൾ. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ. ഓക്കെ. കിലോമീറ്റർ വെറും 12,000 കിലോമീറ്റർ. 12,000 കിലോമീറ്റർ അത്രേ വരും. അത് വിശ്വസിച്ചേ പറ്റൂ. പിന്നെ വെച്ചാൽ നമുക്ക് 1 ഇയർ ഹോണ്ട സർട്ടിഫിക്കേഷൻ ഉണ്ട്. എല്ലാം ഉള്ളതാണ്. സർട്ടിഫിക്കേഷൻ വിത്ത് വാറണ്ടി കൂടി വരുന്നതാണ്. ഓക്കെ. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ക്ലീൻ ആയിട്ടുണ്ട്. ചാർജസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ക്ലീൻ വെഹിക്കിളാണ്. ഓട്ടോമാറ്റിക് CVT ആണ്. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് സീറ്റ് കവർ ക്ലീൻ ആയിട്ടുണ്ട്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. AC വരുന്നുണ്ട്. ഫോർഡർ പോരുടെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ്, സീറോ മോഡ് കൺട്രോൾസ് എല്ലാം വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ കേട്ടോ. അതെ. ടോപ്പൻ്റെ വരുമ്പോഴത്തേക്ക് പുഷ് ബട്ടൺ അലോയ്സും അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ, സ്റ്റീരിയോയിലെ വ്യത്യാസം അങ്ങനെയുള്ളത്. ടയർ കണ്ടീഷൻ 12,000 മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. വേറെ ഒന്നുമില്ലല്ലോ. പക്കയാണല്ലോ. ക്ലീൻ പീസ് വെക്കണം. ക്ലീൻ പീസ് ഉണ്ട്. എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 6,50,000 1 ഇയർ വാറണ്ടി. ഓക്കെ. ഹോണ്ടയുടെ വാറണ്ടിയാണ്. നമ്മുടെ വാറണ്ടിയാണ്. ഹോണ്ടയുടെ ഡയറക്റ്റ് വാറണ്ടിയാണ്. അതുപോലെ CVT ആകുമ്പോഴത്തേക്ക് നല്ല പെർഫോമൻസ് ആണ്. പെർഫോമൻസിൻ്റെ മൈലേജ് അത്യാവശ്യമുണ്ട്. അമേസ് ഒന്നും ചെയ്തില്ല. കിടന്ന് ഓടി. രാശിയേട്ടാ, അപ്പോൾ അടുത്ത സ്കോഡ റാപ്പിഡ് ഡീസലാണ്. ഡീസൽ. ഓക്കെ. എങ്ങനെ? 19 രജിസ്ട്രേഷൻ. അതായത് 19 വണ്ടി. ഓക്കെ. കിലോമീറ്റർ വന്നിട്ട് 87,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. ഫുൾ കമ്പനി സർവീസ്. പക്ഷേ ഇത് ക്ലീൻ വെഹിക്കിൾ അല്ലേ? ക്ലീൻ വെഹിക്കിൾ. 2 സ്ക്രാച്ച് ഉണ്ട് സൈഡിലേക്ക്. മേജറായിട്ടൊന്നും ഇല്ല. ആ ഡോറിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ. ഓക്കെ. എവിടെ ഒരു വര കിടക്കുന്നുണ്ടോ? അതൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ. ചെറിയ സ്ക്രാച്ചസ് ഉള്ളൂ കേട്ടോ. എല്ലാം കമ്പനി സർവീസാണ്. ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ആവറേജ് ടയറാണ്. 50% താഴെ ടയറേ ഉള്ളൂ. അലോയ്സ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് ഉണ്ട്. അലോയ്സ് എല്ലാം വരുന്നതാണ്. അതെ. ചെയ്തതല്ല, ഇൻബിൽറ്റ് ആട്ടോ. ഓക്കെ. ഇതിനകത്ത് ഇതിൽ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയർ മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. എയർ ബാഗ് എത്ര വരുന്നത്? ഡ്യുവൽ എയർ ബാഗ് ABS അലോയ്സ് എല്ലാം വരും. കോമൺ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് എല്ലാം എൻ്റെ സെയിം ഇന്റീരിയർ ഉണ്ട്. വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇത് 1.5 വെന്റോയിൽ അന്നത്തെ വരുന്ന എഞ്ചിൻ തന്നെ. ഇന്റീരിയർ കണ്ടീഷൻ ഏതാണ്ട് സെയിമാ. ഇന്റീരിയറും ഏതാണ്ട് സെയിമാ. എല്ലാം സെയിം തന്നെയാണ്. സെയിമാ. സ്കോഡയാണെന്നേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്ക് 6,50,000 കൊടുക്കാം. 6,50. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് ഓൾമോസ്റ്റ് 6 ലക്ഷത്തിന് പുറത്ത് 6-6.25 വരെ ഫിനാൻസ് എടുക്കാം. രാശേടാ, അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടല്ല. അപ്പോൾ നമ്മൾ പഴയ സ്റ്റോക്ക് 2 വണ്ടികളുണ്ടല്ലേ? അതെ. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2019 സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. 19 ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 19 ഓട്ടോമാറ്റിക്. 48,000 കിലോമീറ്റർ. ഫുള്ളി കമ്പനി സർവീസ്. ഹുണ്ടായുടെ സർട്ടിഫിക്കേഷൻ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഡിക്കി ഡോർ റീപ്ലേസ് വന്നിട്ടുണ്ട്. ബാക്ക് അല്ലേ? ഗ്ലാസ് ഒന്നുമില്ല. ചെറിയൊരു പെയിന്റിംഗ് വർക്ക് അവിടെ ബമ്പറിലുണ്ട്. കാരണം ഷോറൂമിൽ കയറുമ്പോൾ റീപ്ലേസ് ചെയ്യുള്ളൂ. അവരെ പണിയാൻ നിൽക്കുന്നത്. അതാണ് സംഭവം വരുന്നത്. ടയർ കണ്ടീഷൻ 4 പുതിയ ടയർ. പുത്തൻ ടയറുണ്ട്. ഓണർഷിപ്പ് തേർഡാണ്. അതെ. സീറ്റ് കവർ ഫാബ്രിക് ആണ് കേട്ടോ. അതിനകത്ത് വണ്ടി നീറ്റാണ്. ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റിയർ മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് കേസ് ഫോർഡർ പോറിൻ്റെ ബസ്സിലാണ് വരുന്നുണ്ട്. ചേട്ടാ, സാൻഡ്രോ ഓട്ടോമാറ്റിക് മൈലേജ് അങ്ങനെ 12-15 റേഞ്ച് കിട്ടുള്ളൂ അല്ലേ? പിന്നെ 15 കിട്ടുള്ളൂ. ഇത് AMD അല്ലേ വരുന്നത്? AMD വരുന്നത്. ഓക്കെ. AMD ഉള്ളൂ ഇപ്പോൾ എല്ലാം. AMD ഉള്ളൂ. മൈലേജ് ഡ്രോപ്പ് വരാൻ സാധ്യതയില്ല. എങ്ങനെയാ പ്രൈസ്? ഇത് നമുക്ക് 3,40 മാനുവലിൻ്റെ പ്രൈസിന് കൊടുക്കാം. 3,40 കൊടുക്കാം. 3,40,000 ഓൾമോസ്റ്റ് 100% ഫിനാൻസും കൊടുക്കാം. രാജേട്ടാ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പുതിയ സ്റ്റോക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ 1-2 വണ്ടി പഴയത് കിടപ്പുണ്ടല്ലേ? പഴയ വണ്ടികൾ സ്റ്റോക്ക് കിടപ്പുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തീർച്ചയായിട്ടും.